ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 2024 ഒക്ടോബർ 25-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഓക്കെ, അണ്ടർ 19 വനിതാ 2020 ചലഞ്ചർ ട്രോഫിക്കുള്ള ഇന്ത്യ എ ടീം ഹെഡ് കോച്ചായി നിയമിതയായത് ആരാണ്? റുമേലി ധറാണ് അണ്ടർ 19 വനിതാ 2020 ചലഞ്ചർ ട്രോഫിക്കുള്ള ഇന്ത്യ എ ടീം ഹെഡ് കോച്ചായി നിയമിതയായത് ആരാണ് എന്ന് ചോദിച്ചാൽ റുമേലി ധറാണ്. അടുത്ത ചോദ്യം, ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? അത് രവിചന്ദ്രൻ അശ്വിനാണ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണെന്ന് ചോദിച്ചാൽ അത് രവിചന്ദ്രൻ അശ്വിനാണ്. രവിചന്ദ്രൻ അശ്വിൻ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇന്ത്യയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ഇന്ത്യയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചാൽ ഇനി മറക്കരുത്, ആരാണ്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. അടുത്ത ചോദ്യം, ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 125-ാം സ്ഥാനമാണുള്ളത്. ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യക്ക് 125-ാം സ്ഥാനമാണുള്ളത്. 1-ാം സ്ഥാനം ആർക്കാണ്? അർജൻറ്റീനയ്ക്കാണ് അല്ലേ? ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം അർജൻറ്റീനയ്ക്കാണ്. നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 125-ാം സ്ഥാനമാണുള്ളത്. അടുത്ത ചോദ്യം, കേരളത്തിൽ ആനക്കാൽ വാട്ടർ സ്പോർട്ട് പ്രതിഭാസം എവിടെയാണ് രൂപപ്പെട്ടത്? അത് വിഴിഞ്ഞം കടലിലാണ്. കേരളത്തിൽ ആനക്കാൽ വാട്ടർ സ്പോർട്ട് പ്രതിഭാസം എവിടെയാണ് രൂപപ്പെട്ടത് വെച്ചിട്ട് എവിടെയാണത്? വിഴിഞ്ഞം കടലിലാണ്. വിഴിഞ്ഞം കടലിൽ. അടുത്ത ചോദ്യം, 2024 ഒക്ടോബറിൽ ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി പുനർനിയമിതനായ വ്യക്തി ആരാണ്? 2024 ഒക്ടോബറിൽ ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി പുനർനിയമിതനായ വ്യക്തിയാണ് ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. പറഞ്ഞു പുനർനിയമനമാണല്ലേ. അപ്പോൾ ഇതിനു മുമ്പ് പുനർനിയമനം ലഭിച്ച മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു. അതായത് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനാണ് പുനർനിയമനം ലഭിച്ച ആദ്യ വൈസ് ചാൻസലർ. അപ്പോൾ ഇദ്ദേഹം ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ പുനർനിയമനം ലഭിക്കുന്ന 2ാമത്തെ വൈസ് ചാൻസലറാണ്. സംസ്ഥാനത്ത് പുനർനിയമനം ലഭിക്കുന്ന 2ാമത്തെ വൈസ് ചാൻസലറാണ് ആര്? മോഹനൻ കുന്നുമ്മൽ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലാണ് അന്റോണിയോ ഗുട്ടറസ്. മുൻ പോർച്ചുഗൽ പ്രധാനമന്ത്രിയായിരുന്നു. ഓക്കെ, ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം, ഗ്രാമപഞ്ചായത്തുകൾക്ക് ആപ്പുകൾ വഴി പ്രാദേശിക കാലാവസ്ഥ പ്രവചിക്കുന്നതിനായിട്ട് പഞ്ചായത്തി രാജ് മന്ത്രാലയം ഒരുക്കിയ ആപ്പുകൾ ഏതൊക്കെയാണ്? ഈ ഗ്രാമസ്വരാജും മേരി പഞ്ചായത്ത്, ഗ്രാമമഞ്ചിത്ര എന്നീ ഡിജിറ്റൽ ആപ്ലിക്കേഷനുകളിലൂടെ കാലാവസ്ഥ മുന്നറിയിപ്പ് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കറിയാം ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം അങ്ങനെയൊക്കെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകത്തില്ലേ? അപ്പോൾ ആ സമയത്ത് ഈ ആപ്ലിക്കേഷനുകളിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? കാലാവസ്ഥ മുന്നറിയിപ്പ് മനസ്സിലാക്കി അപ്പോൾ വേണ്ട നടപടികളൊക്കെ മുൻകരുതലുകളൊക്കെ എടുക്കാൻ പറ്റും അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഗ്രാമപഞ്ചായത്തുകൾക്ക് ആപ്പുകൾ വഴി പ്രാദേശിക കാലാവസ്ഥ പ്രവചിക്കുന്നതിനായിട്ട് പഞ്ചായത്തി രാജ് മന്ത്രാലയം ഇങ്ങനെ കുറച്ച് ആപ്ലിക്കേഷനുകൾ ഒരുക്കിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.